നമസ്കാരം. KCB വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം പ്രധാന വാർത്തകൾ. തൃശൂർ പൂരത്തിന്റെ വരവറിയിച്ച് പൂര വിളംബരം നടന്നു. കൊമ്പൻ എറണാകുളം ശിവകുമാർ നെയ്തലക്കാവിലമ്മയുടെ തിടമ്പേറ്റി തെക്കേ നട തുറന്ന് പൂര വിളംബരം നടത്തി. തൃശൂർ പൂരം നടക്കുന്നതിന്റെ ഭാഗമായി തൃശൂർ നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും മെയ് 6 രാവിലെ 6 മുതൽ മെയ് 7 പകൽപൂരം കഴിയുന്നതുവരെ ഗതാഗത നിയന്ത്രണം. ചെമ്പൂച്ചിറ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മിക്കുന്ന വർണ്ണക്കൂടാരത്തിന്റെ ശിലാസ്ഥാപനം നടത്തി. മണ്ഡലത്തിലെ വിവിധ സർക്കാർ ഓഫീസുകളെ ഒരു കുടക്കീഴിൽ എത്തിക്കാൻ ലക്ഷ്യമിട്ട് നിർമ്മിക്കുന്ന പുതുക്കാട് മിനി സിവിൽ സ്റ്റേഷൻ യാഥാർത്ഥ്യത്തിലേക്ക്. ബിവറേജ് ജീവനക്കാരനെ വെട്ടുകത്തികൊണ്ട് ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ 2 പേർ അറസ്റ്റിൽ. വാർത്തകൾ വിശദമായി. തൃശൂർ പൂരത്തിന്റെ വരവറിയിച്ച് പൂര വിളംബരം നടന്നു. കൊമ്പൻ എറണാകുളം ശിവകുമാർ നെയ്തലക്കാവിലമ്മയുടെ തിടമ്പേറ്റി തെക്കേ നട തുറന്ന് പൂര വിളംബരം നടത്തി. പൂര വിളംബരത്തിന് സാക്ഷിയാകാൻ ആയിരങ്ങൾ തെക്കേ നടയിൽ അണിനിരന്നു. മഴയും വെയിലും അവഗണിച്ച് മണിക്കൂറുകൾ നീണ്ട കാത്തിരിപ്പിനു ശേഷം എറണാകുളം ശിവകുമാർ നെയ്തലക്കാവിലമ്മയെ ശിരസിലേറ്റി തെക്കേ ഗോപുര നട തുറന്നു. കൊമ്പൻ തുമ്പിക്കൈ ഉയർത്തി പൂര വിളംബരം നടത്തിയപ്പോൾ പൂരപ്രേമികൾ ആർപ്പുവിളിച്ചു. രാവിലെ പെയ്ത മഴ ഉച്ചയോടെ മാറി മാനം തെളിഞ്ഞതോടെ പൂരപ്രേമികളുടെ മനസ്സും നിറഞ്ഞു. രാവിലെ 8 മണിയോടെ പുറപ്പെട്ട എഴുന്നള്ളിപ്പ് വടക്കുന്നാഥ ക്ഷേത്ര മൈതാനിയിലെത്തി അകത്ത് പ്രവേശിച്ച് 12:45 തെക്കേ നടയിലെത്തിയത്. മേളത്തിന്റെ അകമ്പടിയിൽ നട തുറക്കാനെത്തിയ കൊമ്പനെ കാണാൻ നിരവധി ആനപ്രേമികളും അണിനിരന്നു. ചൊവ്വാഴ്ചയാണ് പൂരങ്ങളുടെ പൂരമായ തൃശൂർ പൂരം. ഘടകപൂരങ്ങളുടെ എഴുന്നള്ളിപ്പോടെ രാവിലെ പ്രധാന ചടങ്ങുകൾക്ക് തുടക്കമാകും. ഇലഞ്ഞിത്തറ മേളവും മഠത്തിൽ വരവും തെക്കോട്ടിറക്കവും കുടമാറ്റവുമൊക്കെ പൂരപ്രേമികളെ കാത്തിരിക്കുകയാണ്. തൃശൂർ പൂര ദിവസങ്ങളിൽ പ്രത്യേകമായി KSRTCയുടെ 65 സ്പെഷ്യൽ സർവീസുകൾ നടത്താൻ തീരുമാനമായി. തൃശൂർ പൂരത്തിന്റെ ഗതാഗത സൗകര്യങ്ങൾ വിലയിരുത്താൻ റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി K. രാജന്റെ അധ്യക്ഷതയിൽ ചേർന്ന പ്രത്യേക യോഗത്തിലാണ് തീരുമാനം. പൂര ദിവസങ്ങളിൽ വൈകിട്ടും വെടിക്കെട്ടിന് ശേഷവും സ്വകാര്യ ബസ് സർവീസുകൾ കുറവുള്ള സ്ഥലങ്ങളിലേക്കും KSRTC സ്പെഷ്യൽ സർവീസ് നടത്തും. സ്ഥിരം KSRTC സർവീസുകൾക്ക് പുറമെ ജില്ലയിലെ ഉൾപ്രദേശങ്ങളിലേക്ക് പ്രത്യേക സർവീസുകൾ ഏർപ്പെടുത്തും. ശക്തൻ സ്റ്റാൻഡിൽ നിന്നും KSRTCയുടെ സേവനം ഏർപ്പെടുത്തും. പരമാവധി സർവീസുകൾ നടത്താമെന്ന് സ്വകാര്യ ബസ് ഓപ്പറേറ്റർമാരും യോഗത്തെ അറിയിച്ചു. പൂര ദിവസങ്ങളിലെ ഗതാഗത നിയന്ത്രണങ്ങൾ, വാഹന പാർക്കിംഗ് ഉൾപ്പെടെ മുന്നൊരുക്കങ്ങളും വിലയിരുത്തി. രാമനിലയത്തിൽ ചേർന്ന യോഗത്തിൽ ADM T. മുരളി, സബ് കളക്ടർ അഖിൽ വി. മേനോൻ, പോലീസ്, RTO, KSRTC പ്രൈവറ്റ് ബസ് ഓണേഴ്സ് പ്രതിനിധികൾ, ബന്ധപ്പെട്ട വകുപ്പുകളുടെ ജില്ലാ ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. തൃശൂർ പൂരം നടക്കുന്നതിന്റെ ഭാഗമായി തൃശൂർ നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും മെയ് 6 രാവിലെ 6 മുതൽ മെയ് 7 പകൽപൂരം കഴിയുന്നതുവരെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. സ്വരാജ് റൌണ്ടിൽ മെയ് 6 രാവിലെ 5 മുതൽ പൂരം അവസാനിക്കുന്നതുവരെ യാതൊരുവിധ വാഹനങ്ങളും പാർക്ക് ചെയ്യാൻ അനുവദിക്കുന്നതല്ല. സ്വകാര്യ വാഹനങ്ങൾക്ക് റൌണ്ടിന്റെ ഔട്ടർ റിംഗ് വരെ മാത്രമേ പ്രവേശനാനുമതിയുള്ളൂ. നഗരത്തിനുള്ളിലെ തദ്ദേശവാസികളുടെ വാഹനങ്ങൾക്ക് അനുമതി ലഭിക്കാൻ വാഹനത്തിന്റെ നമ്പറും തിരിച്ചറിയൽ രേഖയും കരുതേണ്ടതാണ്. പൂര ദിവസമായ മെയ് 6 രാവിലെ 6 മുതൽ സ്വകാര്യ വാഹനങ്ങളുടെയും സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകളുടെയും ഗതാഗത നിയന്ത്രണം ഉണ്ട്. പൂര ദിവസം നഗരത്തിന് പുറത്തുള്ള ഭാഗങ്ങളിൽ ബസ്സുകളുടെ സുഗമമായ ഗതാഗതം സാധ്യമാക്കാൻ നിലവിലുള്ള ശക്തൻ തമ്പുരാൻ ബസ് സ്റ്റാൻഡിനും നോർത്ത് ബസ് സ്റ്റാൻഡിനും പുറമെ വെസ്റ്റ്പോർട്ട് ജംഗ്ഷനിൽ ഒരു താൽക്കാലിക ബസ് സ്റ്റാൻഡ് ഉണ്ടായിരിക്കും. കാഞ്ഞാണി റോഡിൽ നിന്ന് വരുന്ന ബസ്സുകൾ, സിവിൽ ലൈൻ റോഡിൽ നിന്ന്, അരണാട്ടുകര റോഡിൽ നിന്ന് വരുന്ന ബസ്സുകൾ എന്നിവ ഗതാഗത സാഹചര്യത്തിനനുസരിച്ച് ട്രാഫിക് പോലീസ് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം മാത്രം താൽക്കാലിക ബസ് സ്റ്റാൻഡിൽ നിർത്തേണ്ടതാണ്. SKT ബസ് സ്റ്റാൻഡിന് സമീപത്തുള്ള പാർക്കിംഗ് ഗ്രൗണ്ട് പൂരം ദിവസങ്ങളിൽ പ്രൈവറ്റ് ബസ്സുകൾക്ക് മാത്രമായിരിക്കും. അക്വാട്ടിക് കോംപ്ലക്സിന്റെ സമീപത്തുള്ള പാർക്കിംഗ് ഗ്രൗണ്ട് പൂരം ദിവസങ്ങളിൽ പ്രൈവറ്റ് ബസ്സുകൾക്ക് മാത്രമായും നിജപ്പെടുത്തി.
ചെമ്പൂച്ചിറ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മിക്കുന്ന വർണ്ണക്കൂടാരത്തിന്റെ ശിലാസ്ഥാപനം നടത്തി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം നിർവഹിച്ചു. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം ജിഷ ഹരിദാസ്, PTA പ്രസിഡന്റ് PS പ്രശാന്ത്, വിദ്യാലയ വികസന സമിതി ചെയർമാൻ T ബാലകൃഷ്ണ മേനോൻ, പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് NS വിദ്യാധരൻ, കൊടകര BPC VB സിന്ധു, TB ശിഖാമണി, പ്രിൻസിപ്പൽ T സതീഷ്, പ്രധാന അധ്യാപിക കൃപാകൃഷ്ണൻ, സീനിയർ അധ്യാപിക KG ഗീത എന്നിവർ സംസാരിച്ചു. കേരളത്തിലും ഇന്ത്യയിലും എല്ലാം വിദ്യാഭ്യാസ മേഖലയിൽ ഇപ്പോൾ നടക്കുന്നു. നമ്മുടെ ഒരു തുടക്കവും നമ്മുടെ നാട്ടിലൊന്നും മറ്റുള്ള പലയിടത്തും ഉണ്ടാവില്ല. നേരത്തെ ശരി പറഞ്ഞത് നമ്മുടെ ഗവൺമെൻറ് വളരെ കൃത്യമായി വിദ്യാഭ്യാസ മേഖലയിൽ പൊതുവിദ്യാഭ്യാസത്തെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ നടത്തുന്നത് കൊണ്ടാണ് നമ്മൾ ഈ 12ാം ക്ലാസ്സുകാരൊക്കെ ആയിട്ട് കേരളത്തിൻ്റെ വിദ്യാഭ്യാസം മാറിയത്. ഒരു കാലത്ത് 4ാം ക്ലാസ്സായിരുന്നു. 4ാം ക്ലാസ് കഴിഞ്ഞ LDF സർക്കാരിന്റെ 4ാം വാർഷികത്തിന്റെ ഭാഗമായി മെയ് 14-ന് തൃശൂരിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കുന്ന LDF റാലിയും പൊതുയോഗവും നടത്തുന്നതിനോടനുബന്ധിച്ച് കൊടകര പഞ്ചായത്ത് തല കൺവെൻഷൻ നടത്തി. CPIM ചാലക്കുടി മണ്ഡലം കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് KR സുമേഷ് ഉദ്ഘാടനം ചെയ്തു. കേരള കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി അംഗം KU വർഗീസ് അധ്യക്ഷത വഹിച്ചു. PR പ്രസാദൻ, CM ബബീഷ്, KD അപ്പച്ചൻ, PM ഷാജു, അമ്പിളി സോമൻ എന്നിവർ സംസാരിച്ചു. കേരളത്തിന്റെ ചരിത്രം എഴുതുമ്പോൾ എനിക്കുറപ്പാണ് ആ കേരളത്തിന്റെ ചരിത്രത്തിനകത്ത് പിണറായി വിജയന് മുമ്പ് പിണറായി വിജയന് ശേഷം എന്നൊരു അധ്യായം നിശ്ചയമായും വികസനത്തിന്റെ കാര്യത്തിൽ ഉണ്ടാകും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പുതുക്കാട് മണ്ഡലത്തിലെ വിവിധ സർക്കാർ ഓഫീസുകളെ ഒരു കുടക്കീഴിൽ എത്തിക്കാൻ ലക്ഷ്യമിട്ട് നിർമ്മിക്കുന്ന പുതുക്കാട് മിനി സിവിൽ സ്റ്റേഷൻ യാഥാർത്ഥ്യത്തിലേക്ക്. സ്റ്റേഷൻ നിർമ്മാണത്തിന്റെ ഭാഗമായി പൈലിംഗ് പ്രവൃത്തികൾക്ക് തിങ്കളാഴ്ച തുടക്കമായി. KK രാമചന്ദ്രൻ MLAയുടെ നേതൃത്വത്തിൽ നിർദ്ദിഷ്ട സിവിൽ സ്റ്റേഷൻ സ്ഥലം സന്ദർശിച്ച് പൈലിംഗ് പ്രവൃത്തികൾ വിലയിരുത്തി. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ, മുൻ ബ്ലോക്ക് പ്രസിഡന്റ് MR രഞ്ജിത്ത്, ബ്ലോക്ക് മെമ്പർ അഡ്വക്കേറ്റ് അൽജോ പുളിക്കൻ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നിമേഷ് പുഷ്പൻ, അസിസ്റ്റന്റ് എഞ്ചിനീയർ AR പ്രിയ എന്നിവരും MLAയോടൊപ്പം ഉണ്ടായിരുന്നു. സംസ്ഥാന ബജറ്റിൽ 10 കോടി രൂപ വകയിരുത്തിയാണ് പുതുക്കാട് മിനി സിവിൽ സ്റ്റേഷൻ 1ാം ഘട്ടം നിർമ്മാണം നടത്തുന്നത്. ബിവറേജ് ജീവനക്കാരനെ വെട്ടുകത്തികൊണ്ട് ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ 2 പേർ അറസ്റ്റിൽ. പൊറത്തിശ്ശേരി സ്വദേശി കണ്ണമ്പുള്ളി വീട്ടിൽ OLPP സജീവൻ എന്ന് വിളിക്കുന്ന സജീവൻ, പോട്ട പടിഞ്ഞാറേത്തല വീട്ടിൽ ഫ്രിജോ എന്നിവരാണ് അറസ്റ്റിലായത്. കാട്ടൂരിലെ ബിവറേജ് ഷോപ്പിന്റെ കൗണ്ടർ ക്ലോസ് ചെയ്ത് ഷട്ടർ താഴ്ത്തിയിടുന്ന സമയം ഷോപ്പിലേക്ക് കയറി വന്ന സജീവൻ, ഫ്രിജോ എന്നിവരോട് പുറത്തേക്ക് പോകാൻ പറഞ്ഞതിലുള്ള വിരോധത്താലാണ് പ്രതികൾ ജീവനക്കാരനെ ആക്രമിച്ചതെന്ന് പറയുന്നു. ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ MS ഷാജൻ, സബ് ഇൻസ്പെക്ടർമാരായ ദിനേശ് കുമാർ, മുഹമ്മദ് റാഷി, പ്രൊബേഷൻ SI സുബിൻ, ASI ഉമേഷ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ദിനുലാൽ, സിവിൽ പോലീസ് ഓഫീസർ കൃഷ്ണദാസ് എന്നിവർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. ചാലക്കുടി താലൂക്ക് ഓഫീസിൽ തഹസിൽദാരുടെ മുൻപിൽ വെച്ച് ഓഫീസിലെ തന്നെ 2 ഡെപ്യൂട്ടി തഹസിൽദാർമാർ തമ്മിൽ കയ്യാങ്കളി. മർദ്ദനത്തിൽ പരിക്കേറ്റ ഡെപ്യൂട്ടി തഹസിൽദാർ CV സുരേഷ് കുമാറിനെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലും പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജിലേക്കും മാറ്റി. തിങ്കളാഴ്ച രാവിലെ 10:30യോടെയാണ് സംഭവങ്ങൾ. ഞായറാഴ്ച ചാലക്കുടി റെസ്റ്റ് ഹൌസിലുണ്ടായിരുന്ന മഹാരാഷ്ട്ര ഗവർണർ CP രാധാകൃഷ്ണനെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഭക്ഷണം കൊണ്ടുവന്ന പാത്രങ്ങൾ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് അടിയിൽ കലാശിച്ചതെന്ന് പറയുന്നു. തഹസിൽദാർ PK ജേക്കബിനെ മറ്റൊരു ഡെപ്യൂട്ടി തഹസിൽദാർ രഞ്ജിത്ത് പരസ്യമായി തെറിവിളിക്കുകയും പിടിച്ചു തള്ളുന്നതും കണ്ടുകൊണ്ട് ഓഫീസിലേക്ക് ചെന്ന ഡെപ്യൂട്ടി തഹസിൽദാർ സുരേഷ് കുമാർ പ്രശ്നത്തിൽ ഇടപെടുകയും രഞ്ജിത്തിനെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നതിനിടയിൽ കഴുത്തിലും മറ്റും ശക്തമായി രഞ്ജിത്ത് മർദ്ദിക്കുകയായിരുന്നു. ഇടിയെ തുടർന്ന് തലകറങ്ങി വീഴാൻ പോയ സുരേഷ് കുമാറിനെ തഹസിൽദാരടക്കമുള്ള സഹപ്രവർത്തകർ രക്ഷപ്പെടുത്തി. ചികിത്സയിൽ കഴിയുന്ന സുരേഷ് കുമാറിന് കഴുത്തിലേറ്റ മർദ്ദനത്തെ തുടർന്ന് ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ സ്കാനിംഗും മറ്റും നടത്തി വിദഗ്ധ ചികിത്സയ്ക്ക് തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. സംഭവത്തിൽ പ്രതിഷേധിച്ച് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ താലൂക്ക് ഓഫീസിന് മുൻപിൽ പ്രതിഷേധ യോഗം നടത്തി. സുരേഷ് കുമാറിനെ മർദ്ദിച്ച രഞ്ജിത്തിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. കൗൺസിലിന്റെ വളരെ വലിയ ഒരു സർവീസ് സംഘടന എന്ന നിലയ്ക്ക് പലതരത്തിലുള്ള ഇതേപോലത്തുള്ള ആക്രമണങ്ങളും അതേപോലെ തന്നെ പ്രതിഷേധ പരിപാടികളും ഒക്കെ അതിജീവിച്ചുകൊണ്ടാണ് ജോയിന്റ് കൗൺസിൽ ഇന്നത്തെ ഈ നിലയിലേക്ക് ഒരു വലിയ വടവൃക്ഷമായി തന്നെ സർവീസ് മേഖലയിൽ നിലകൊള്ളുന്നു. ഈ ഓഫീസിൽ കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് ഇത്തരത്തിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഇവിടെ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പലതരത്തിലുള്ള
പ്രശ്നങ്ങൾ ഈ ഓഫീസിൽ ഉണ്ടായതായി നമുക്ക് പലതരത്തിൽ നമ്മൾ അതിൻ്റെ മേലധികാരികളെ അറിയിക്കുകയും അതിനുള്ള പുതുക്കാട് ചെറുവാളിൽ ഉത്സവത്തിനിടെ ഉണ്ടായ തർക്കത്തെ തുടർന്ന് രണ്ടുപേരെ കുത്തിപ്പരിക്കേൽപ്പിച്ച പ്രതി അറസ്റ്റിൽ. ചെറുവാൾ അയ്യഞ്ചിറ വീട്ടിൽ 62 വയസ്സുള്ള ശശിധരനെയാണ് പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. നെന്മണിക്കര ചെറുവാൾ മുഴുത്തൊട്ടിപ്പറമ്പിൽ വീട്ടിൽ അമൽ, കോവാത്ത് വീട്ടിൽ സുജിത്ത് എന്നിവർക്കാണ് കുത്തേറ്റത്. ശനിയാഴ്ച രാത്രി 10-നായിരുന്നു സംഭവം. ചെറുവാൾ വലിയകുന്ന് വനശാസ്ത്ര ക്ഷേത്രത്തിൽ ഉത്സവത്തിനിടയിലായിരുന്നു സംഭവം. ചെറുവാൾ ഗ്രൗണ്ടിൽ വെച്ച് ശശിധരനും അമലിന്റെ സുഹൃത്തുക്കളുമായി വാക്കുതർക്കമുണ്ടായിരുന്നു. അമൽ പ്രശ്നത്തിൽ ഇടപെടുകയും പിടിച്ചുമാറ്റുകയും ചെയ്തു. ഇതിനിടെ പരിക്കേറ്റ ശശിധരൻ രാത്രി 10ഓടെ ഗ്രൗണ്ടിൽ വെച്ച് അമലിനെയും സുജിത്തിനെയും കത്തികൊണ്ട് കുത്തുകയായിരുന്നു. സംഭവത്തിനു ശേഷം ആശുപത്രിയിൽ ചികിത്സ തേടിയ പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പുതുക്കാട് SHO മഹേന്ദ്രസിംഹൻ, SIമാരായ N പ്രദീപ്, ലാലു, സുധീഷ്, ASI ജോബി, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ നവീൻ കുമാർ, അജിത് എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. പരിക്കേറ്റ അമലും സുജിത്തും CPM പ്രവർത്തകരാണ്. സംഭവത്തിൽ CPM പ്രതിഷേധിച്ചു. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 8,775 രൂപ, പവന് 70,200 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണമാളിക. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂർ പൂരത്തിന്റെ വരവറിയിച്ച് പൂര വിളംബരം നടന്നു. കൊമ്പൻ എറണാകുളം ശിവകുമാർ നെയ്തലക്കാവിലമ്മയുടെ തിടമ്പേറ്റി തെക്കേ നട തുറന്ന് പൂര വിളംബരം നടത്തി. തൃശൂർ പൂരം നടക്കുന്നതിന്റെ ഭാഗമായി തൃശൂർ നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും മെയ് 6-ന് രാവിലെ 6 മുതൽ മെയ് 7-ന് പകൽപൂരം കഴിയുന്നതുവരെ ഗതാഗത നിയന്ത്രണം. ചെമ്പൂച്ചിറ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മിക്കുന്ന വർണ്ണക്കൂടാരത്തിന്റെ ശിലാസ്ഥാപനം നടത്തി. മണ്ഡലത്തിലെ വിവിധ സർക്കാർ ഓഫീസുകളെ ഒരു കുടക്കീഴിൽ എത്തിക്കാൻ ലക്ഷ്യമിട്ട് നിർമ്മിക്കുന്ന പുതുക്കാട് മിനി സിവിൽ സ്റ്റേഷൻ യാഥാർത്ഥ്യത്തിലേക്ക്. ബിവറേജ് ജീവനക്കാരനെ വെട്ടുകത്തികൊണ്ട് ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ 2 പേർ അറസ്റ്റിൽ. ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.